വെയിറ്റ് ഗെയിൻ ഡേ 12. രാവിലെ തന്നെ ചെറിയ ചൂടുവെള്ളം കുടിച്ചിട്ട് നമുക്കൊന്ന് വാക്കിങ്ങിന് പോയാലോ? അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ വാക്കിംഗ് ആണ് കേട്ടോ തിരഞ്ഞെടുത്തത്. അപ്പോൾ രാവിലെ നല്ലൊരു എന്താ പറയുക മോർണിംഗ് വൈബ് തന്നെയായിരുന്നു. രാവിലെ നല്ല കിളികളുടെ ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നടക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം നടന്നു, ചെറുതായിട്ടൊന്ന് റൺ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്നിട്ട് ഒന്ന് സൈലൻ്റായിട്ട് വന്നിട്ട് ഒരു ബുക്കുണ്ട്, ഞാൻ കുറച്ച് ദിവസമായി മേടിച്ചിട്ട്, നമ്മുടെ ജോസഫ് അന്നംകുട്ടിയുടെ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതിലൊരു വാചകം വല്ലാണ്ട് എന്നെ സ്പർശിച്ചു. പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ നൽകിക്കൊണ്ട് ജീവിതം നിങ്ങളെ അത്ഭുതപ്പെടുത്തട്ടെ. ഇതെൻ്റെ ഒരു ചെറിയ ഹോബിയാണ് കേട്ടോ. എന്തെങ്കിലും ബുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയ ഇൻഫർമേഷൻസ് ചെറുതായിട്ട് ഡയറിയിൽ കുറിച്ചിടുക. ഇതൊക്കെ എന്തിനാണ് വെയിറ്റ് ഗെയിനിങ് വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം വേണം, കഴിച്ചാൽ മാത്രം പോരല്ലോ. മനസ്സിൻ്റെ സമാധാനം, കുറച്ച് സൈലൻ്റായിട്ടിരിക്കുക, കുറച്ച് പീസ്ഫുള്ളായിട്ടിരിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാലും മുട്ടയും കുറച്ച് ഏത്തപ്പഴം കട്ട് ചെയ്തും കഴിച്ചു. ഞാൻ പുഴുങ്ങിയാണ് കഴിക്കാറ്, അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല, അപ്പം അതുപോലെ കട്ട് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലിയും ചട്നിയും പിന്നെ ഒരു ചുമന്ന പഴമുണ്ട്, കദളിപ്പഴമില്ലേ, അതും എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു, അപ്പം കുറച്ച് സിട്രസ് ഫുഡാണ് ഞാൻ എടുത്തത്. അപ്പം ഓറഞ്ചും പൈനാപ്പിളും എടുത്തു. ലഞ്ചിന് മോര് കറി, ഒഴിച്ച് കറിയും ചിക്കനും പിന്നെ കുറച്ച് സാലഡും എടുത്തു. പിന്നെ ഇന്ന് എനിക്ക് വട കഴിക്കാനായിട്ട് തോന്നി, അങ്ങനെ പരിപ്പോടെ എടുത്തു. നൈറ്റിന് 3 ദോശയും തേങ്ങ വറുത്തരച്ച കറിയും പിന്നെ സാലഡും എടുത്തു. പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഡേ. താങ്ക് യു.